ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. കാർഡ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എത്താനുള്ള സന്ദേശം എന്താണ് നോക്കാം. നമുക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എന്താ കാണിക്കുന്ന. 4 ഓഫ് സോർഡ്സ് ഇന്നലെയും വന്നു തോന്നുന്നല്ലോ. ഓക്കെ, 2 ഓഫ് കപ്സ്, സിമിലർ എനർജി ആണല്ലോ. 7 ഓഫ് സോർഡ്സ് ആൻഡ് മജീഷ്യൻ. സെയിം ഇഷ്യൂ. ഇന്നലത്തെ കാര്യത്തിൻ്റെ തന്നെ ഒരു റിപ്പീറ്റേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ട്രൂത്ത് മനസ്സിലാക്കുന്ന പോലെ. ഓക്കെ, ശരിക്കും ഇന്നലത്തെ കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്നലെ നമ്മൾ എൻഡ് ചെയ്ത ഐ തിങ്ക് 4 ഓഫ് സോർഡ്സിലായിരുന്നു, അല്ലാതെ റിലേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, എനിവേ ഇവിടെ കാണുന്നത് എനിക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നതായിട്ട്, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിരിക്കുക, ഒരു മാനസികമായിട്ട് നമ്മൾ പറയില്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കാം. എനിക്ക് ആരോടും ഒന്നിനോടും ഒരു ഇൻട്രാക്ട് ചെയ്യാൻ പോവാതെ എല്ലാത്തിൽ നിന്നും ഒരു മാറി ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളെ ഹെൽത്ത് എന്തെങ്കിലും ബാധിച്ച പോലെയുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങൾക്ക്. കുറച്ച് പേർക്ക് ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ശരിക്കും ഒരു വേദനയോ വിഷമോ കൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പോലെയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കും. സോ നിങ്ങൾ ഐ തിങ്ക് ഒരു ബ്രേക്ക് എടുത്തു, ദറ്റ് ഇപ്പം ഞാൻ തൽക്കാലം എല്ലാം മാറ്റി വെക്കുന്നു എന്ന രീതിയിൽ. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ആവശ്യം തന്നെയാണ്. ഇവിടെ 2 ഓഫ് കപ്സ് ഉണ്ട്. 2 ഓഫ് കപ്സ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് പറയുക. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തി എന്ന രീതിയിലാവാം. ലൈഫിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഈവൻ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ പാരൻസോ, ആര് തന്നെ ആയാലും, ബ്രദർ സിസ്റ്റർ എന്തും ആവാം. കാരണം അതൊരു സോൾമേറ്റ് കാർഡാണ്. 2 ഓഫ് കപ്സ് വരുന്നത് സോൾമേറ്റ് എന്ന്. ആ സോൾമേറ്റ് എന്തും ആവാം. ഓക്കെ, ലൈക്ക് ഒരു ഫ്രണ്ട്, ഒരു ബ്രദറോ സിസ്റ്ററോ പാർട്ട്ണറോ എന്തും, ലൈക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ്. പക്ഷേ 7 ഓഫ് സോർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു ശരിക്കും ഈ 4ന് മുമ്പ് വരുന്ന 3 ഓഫ് സോർഡ്സ് ആണ്. നമ്മളൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ് പറയാം. ആൻഡ് അതുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ എനിക്ക് 7 ഓഫ് സോർഡ്സ്, നമുക്ക് നമ്മൾ ചീറ്റിംഗ് എനർജിയാണ് ഇവിടെ. ഓക്കെ, സോ നിങ്ങൾ ഒരു എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾക്കൊരു വിഷമം തട്ടിയതായിട്ടാണ്. അത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഫ്രണ്ട് ആയിരിക്കാം, ഈവൻ ഫാമിലിയിൽ ആരെങ്കിലും മെമ്പേഴ്സ് ആരെങ്കിലും ആവാം. നിങ്ങളെ വേദനിപ്പിച്ചായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു ചീറ്റിംഗ് എനർജിയാണ് എനിക്ക് മെയിൻ ആയിട്ട്. ഹൈഡിങ് ചീറ്റിംഗ് എനർജി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിട്ടും ഒക്കെയാണ് എനിക്ക് കാണുന്നത്. ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നതാണ്. അറിഞ്ഞിട്ടുണ്ടാവാം. ഇന്നലത്തെ റീഡിങ്ങിൽ ഐ തിങ്ക് നമ്മൾ പറഞ്ഞത് ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ ഞാൻ സാധാരണ അങ്ങനെ റീഡിങ്സ് എനിക്ക് എത്ര ഓർമ്മ, ബട്ട് ഇത് കണക്റ്റഡ് ആയിട്ട് വന്നു. സോ നിങ്ങൾക്കൊരു സത്യം തിരിച്ചറിയുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്തോ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്, ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, ദറ്റ് നിങ്ങളങ്ങനെ സംശയിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവാം നിങ്ങളുടെ മനസ്സിൽ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ആ ഒരു കാര്യം 3ഉം മജീഷ്യനുമാണ് ഇവിടെ. ചില കാര്യങ്ങൾ മറഞ്ഞിരുന്നതാണ് ഇവിടെ. ഓക്കെ, മറഞ്ഞിരിക്കുന്നതായിട്ടും ചാരു നിങ്ങളെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. മാനിപ്പുലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുക. മേ ബി ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ചതിവ് പറ്റുക, പാർട്ട്ണർഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും. ഓക്കെ, എന്തെങ്കിലും ചിലപ്പോൾ പാസ്റ്റിലെ കാര്യമായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇപ്പം നടക്കുന്നതാവണമെന്നില്ല, കുറച്ച് പേർക്ക് പാസ്റ്റിലെ ആയിരിക്കാം, മുമ്പ് നടന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വേദന ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഒരു സത്യാവസ്ഥകൾ നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കും. സത്യാവസ്ഥ തിരിച്ചറിയുക എന്ന് മാത്രമല്ല, ഇതൊരു ആക്ഷൻ എടുക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അതായത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. കാര്യങ്ങളുടെ ഒരു ശരിക്കുള്ള ഒരു നമ്മൾ പറയില്ലേ, ഒരു സംശയം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 3 എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി നേരം നമ്മൾ ഹിഡൻ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഓക്കെ, ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, അത് നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യൂണിവേഴ്സാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ
ആ വ്യക്തിയിൽ നിന്നായിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചില ഇൻഫർമേഷൻ കിട്ടും, നിങ്ങളുടെ കയ്യിൽ വരും. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വ്യക്തമായിട്ട് പക്ഷെ ഇത് വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മേ ബി നിങ്ങളിത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ആ വ്യക്തി, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോട് നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ന്യായം ചോദിക്കാനോ നടക്കുമോ എന്താണെന്നുള്ളതൊക്കെ വേറെ കാര്യം. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ആദ്യം ക്ലാരിറ്റി വരും. ഓക്കെ, നിങ്ങളുടെ മനസ്സൊന്ന് ശരിക്കും മേ ബി കുറേ കാലമായിട്ട് നിങ്ങൾ സംശയിച്ചിരുന്ന ഒരു കാര്യം, ഡൗട്ട് ചെയ്തിരുന്ന ഒരു കാര്യം അത് സത്യമാണ് എന്ന് നിങ്ങൾ അറിയുമ്പോൾ ഒരു നമ്മൾ പറയില്ല, ഒരു റിലീഫ് ഫീൽ ചെയ്യുക. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. മേ ബി നിങ്ങൾ തീരുമാനിക്കും എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുമായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, ബട്ട് ഇതിവിടെ സോഡ്സ് നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മറഞ്ഞിരുന്നത്, നിങ്ങളെ മറിച്ച് നടന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പിന്നിൽ നടന്ന കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുമ്പിൽ വരുന്നു എന്നാണ്. അത് ഇന്നത്തെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ യെസ്, ഒന്ന് നിങ്ങളിൽ നിന്ന് വേണം വെച്ച് ആരോ മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാൻ ചില കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ചതിച്ചതായിരിക്കാം, അതിൻ്റെ എല്ലാം. പക്ഷെ യൂണിവേഴ്സ് അധികകാലമൊന്നും ഇതൊന്നും അനുവദിച്ച് കൊടുക്കില്ല. ഓക്കെ, അതങ്ങനെയാണ്. ഈവൻ ജോലി സ്ഥലത്തായാലും നിങ്ങളെ ആരെങ്കിലും പുറകിൽ നിന്ന് എന്തെങ്കിലും ചീറ്റ് ചെയ്തു, വീട്ടിലായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്സിലായാലും കരിയറിലായാലും എവിടെയായാലും ശരി. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഒരു നിങ്ങൾ എന്തെങ്കിലും യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. വട്ട് എവർ കംസ്, യൂണിവേഴ്സ് പ്ലീസ് എന്തെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് അവസാനം പറയാൻ. ബാലൻസ്, ജസ്റ്റിസ്, awesome, വെരി ഗുഡ്. 6 ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾക്ക് ന്യായം കിട്ടും. ഓക്കെ, 6 ഓഫ് പെൻഡിക്കിൾസ് ആണിത്, ജസ്റ്റിസിന്റെ കാർഡല്ല. ഓക്കെ, ബട്ട് എനിക്കത് എപ്പോഴും അങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. കാരണം ഇത് ന്യായം, അതായത് ബാലൻസ് ചെയ്യും യൂണിവേഴ്സ്. ഓക്കെ, ഒന്നും ഒരു കാലവും എല്ലാ കാലവും നമ്മൾ പറയില്ലേ, അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം എല്ലാം പോയിക്കൊണ്ടിരിക്കില്ല. അതിന് തിരിച്ചൊരു മാറ്റം കൂടി ഉണ്ടാവും, തിരിച്ചു വരവ് കൂടി എന്തായാലും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ്, നിങ്ങൾ ഒരാൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് വരും. ഓക്കെ, അവരെ കയ്യിൽ നിന്ന് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന, വിഷമം, അതൊക്കെ ഒരു ഭാഗത്ത്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ന്യായം തീർച്ചയായിട്ടും കൊണ്ടുവരും. നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് കിട്ടും. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ, നമ്മൾ പറയില്ലേ, തുലാസിനെ 2 ഭാഗം ഒന്നിച്ച് ഒരേപോലെ ആക്കും. ഓക്കെ, ആൻഡ് ഇവിടെ വിന്നിങ് ആണ് കാണുന്നത്. 2ഉം 6ഉം ആണ് നമ്പർ വന്നത്. ഓക്കെ, 6 പറയുമ്പോൾ നമ്മളൊരു ശരിക്കും ഹാർമണിയുടെ നമ്പർ എന്ന് പറയാം. ഹാർമണി അല്ലെങ്കിൽ സക്സസ്, വിക്ടറി എല്ലാമാണ്. സ്നേഹം എന്നുകൂടി ഉണ്ട്. ഓക്കെ, അതെടുക്കണ്ട, നമുക്ക് സക്സസ് എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശരിക്കും നിങ്ങളാണ് വിന്നാവാൻ പോകുന്നത്. ഇവിടെ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, അതിൽ നിങ്ങളാണ് വിൻ ചെയ്യാൻ പോകുന്നത്. വേറെ നീ പറയാണ്ടോ നോക്കാണ് ഞാൻ. ഓക്കെ, ലെറ്റ് മീ സീ. നമുക്ക് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് കൂടി എടുത്തേക്കാം. ഇവിടെ എന്ത് തന്നെ ഉണ്ടെങ്കിലും, നിങ്ങളെ മറിച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അതൊക്കെ യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്. അവിടെ ഇരുന്ന ഒരാളെല്ലാം കാണുന്നുണ്ട്. ഒരിക്കലും അന്യായം അധികകാലം നിലനിൽക്കാൻ സമ്മതിക്കില്ല, ഉറപ്പാണ്. ബ്ലെസ്സിങ്സ്, റിലാക്സേഷൻ നോക്കി കൊണ്ടുവന്നു. പെർസിവിയറൻസ് പോരാ, എനിക്ക് കുറച്ച് കാർഡ്സ് വീട്ടിലെടുക്കാൻ തോന്നുന്നുണ്ട്. ഹാർമണി, 6 നമ്പർ അഗൈൻ, വെരി ഗുഡ്. കറേജ് ആൻഡ് ജോയ്. ഓക്കെ, മതി. ക്ലിയർ യുവർ എനർജി. യെസ്, അത് നമ്മൾ ആ ഒരു വാള് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ, നിങ്ങൾക്കൊരു ന്യൂസ്, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയും. ആ വാൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മറ്റേ നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങൾക്ക് തിരിച്ച് വേദനിപ്പിക്കാൻ വേണമെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അവരെ ഓക്കെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇനി ഞാനത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് വിട്ടുകളയാം. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ്. ബട്ട് ക്ലിയർ യുവർ എനർജി എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആവും, നിങ്ങളുടെ എനർജി ക്ലിയർ ആവും. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം കാര്യങ്ങളെല്ലാം മാറി വരും, നിങ്ങൾക്ക് ജോയ് വരും എന്ന രീതിയിലാണ്, സന്തോഷങ്ങൾ വരുന്നു എന്ന രീതിയിലാണ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. സക്സസ് വരുന്നുണ്ട്. സക്സസ്സും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എടുത്തതോ എന്ത് തന്നെ ആയാലും, ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ച് തീർച്ചയായിട്ടും തരും. ആൻഡ് ഇവിടെ ബ്ലെസ്സിങ്സ്, തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ നല്ല കർമ്മ എപ്പോഴും ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാള് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കത് വെട്ടണോ, എന്താ പറയുക, ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ യൂസ് ചെയ്യുക.
ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുക നിങ്ങൾ. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. മറ്റേവരുടെ കാര്യം യൂണിവേഴ്സ് നോക്കിക്കോട്ടെ. സോ ആ രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ഇവിടെ റിലാക്സേഷൻ കാണുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഫസ്റ്റ് വന്ന നമ്മുടെ റിലാക്സേഷൻ്റെ കാർഡായിരുന്നു. മേ ബി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ റിലാക്സ് ആവും എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന തരത്തിലായിരിക്കും. ഓൾറെഡി നിങ്ങൾ മാറി നിൽക്കുന്ന മൂണുണ്ടോ, നിങ്ങളുടെ മുമ്പിൽ ഹിഡൻ കാര്യങ്ങൾ തീർച്ചയായിട്ടും റിവീലായിട്ട് വരും ആക്ച്വലി. ഓക്കെ, പെർസിവിയറൻസ് പറയാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചതിവ് പറ്റി നിങ്ങളെ കൂടെ നിന്ന് ആരെങ്കിലും എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യമോ ആയിക്കോട്ടെ, ഓക്കെ, അതൊന്നും നിങ്ങളെ ബാധിക്കാൻ വിടരുത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്തും നഷ്ടപ്പെട്ടത് എന്തും തിരിച്ചു നേടാനും നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഓക്കെ, കൊണ്ടുപോകുന്നവരൊക്കെ അത് എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്ന് വെക്കാം. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് തന്നെ അതിൻ്റെ ന്യായങ്ങൾ ചെയ്തോളും. എപ്പോഴും അല്ല, എപ്പോഴും വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കില്ല, എനിക്കറിയാം. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് പറയാം. എനിവേ, ഇവിടെ പെർസിവിയറൻസ് പറയുന്നത് നിങ്ങളോട് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. നിങ്ങളുടെ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ പരിശ്രമം ഇട്ടുകൊണ്ടിരിക്കുക. കറേജ്, ധൈര്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ആൻഡ് ധൈര്യം നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ തോറ്റുപോയി, അല്ലെങ്കിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നുമില്ല, അങ്ങനെ നിങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ഇല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആക്ച്വലി ലിയോ സീസൺ ആണിപ്പോൾ നടക്കുന്നത്. 8/8 പോർട്ടൽ വരുന്നുണ്ട്. ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്നാണ് അതിനെ വിളിക്കുക. സോ ലയൺ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് റെപ്രസെൻറ്റ്. സോ ബൈ 8/8 തീയതി ഓഗസ്റ്റ് 8 എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേ ബി യൂണിവേഴ്സ് എന്തെങ്കിലും കാണിക്കുകയായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് സോ. ഓക്കെ, ഹാർമണി കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പീസ് ആൻഡ് ഹാർമണി, സക്സസ് എല്ലാം നിങ്ങൾക്ക് വരും. ഓക്കെ, സമാധാനം, ശാന്തി, ഓക്കെ, എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങളെല്ലാം മനസ്സിലാക്കുക, വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, യൂണിവേഴ്സിന് കർമ്മ എപ്പോഴും യൂണിവേഴ്സിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മളത് എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, യൂണിവേഴ്സായിട്ട് ചെയ്തോളൂ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ആക്ച്വലി ഇവിടെ 3 of Wands കൂടിയാണ്. നിങ്ങൾ ആ ഭാരം ഏറ്റെടുത്ത് നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട. ഇനി ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാരം ഒരിക്കലും അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് അവരനുഭവിക്കേണ്ടതാണ്. അവർക്ക് വിട്ടുകൊടുത്തേക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഹാർമണി, ഇവിടെ നമ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ പറയാം. ആക്ച്വലി ഇവിടെ 4 ഉണ്ടായിരുന്നു, ഓൾറെഡി 6 റിപ്പീറ്റേഷൻ. ഓക്കെ, 4 4 44 49 28 22 50. ഓക്കെ, ആൻഡ് ഇവിടെ 4 4 ആയിരുന്നു. ഇതിലും 2 and 2 4 ആണ്. സോ 3 4 നമുക്ക് ഇവിടെ ഉണ്ട്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് ഇസ് പ്രൊട്ടക്റ്റിംഗ് യു, ഡോണ്ട് വറി. ഓക്കെ, എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 5 ഉണ്ട്, 28 ആണ്. സോ 10 അല്ലെങ്കിൽ 1 എന്നെടുക്കാം. ന്യൂ ബിഗിനിങ്. യെസ്, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും. 13 ആണ് ഇവിടെ. 13ഉം അഗൈൻ 4 ആണ്. വാവ്, ഓക്കെ, വാവ്, സീരിയസ്ലി 4 4 4 4 4 ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റെബിലിറ്റിയിലേക്ക് വരും. ഓക്കെ, എന്ത് തന്നെ പിന്നിൽ സംഭവിച്ചാലും ശരി, ആര് നിങ്ങളെ വേദനിപ്പിച്ചാലും ശരി, നമ്മുടെ എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ വേറെ ആരെയും വേദനിപ്പിക്കാതെ, നമ്മളൊന്നും ചെയ്യാതെ, നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എഫേർട്ട് മാത്രം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, എനിവേ, ഇത് ഓരോരുത്തർ ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ. എനിവേ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാം. എല്ലാം നല്ലതായിട്ട് വരട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക, സൂക്ഷിച്ചിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, കൂടെയുള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്യുക, മനസ്സിലാക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.